Okay, in the first class, we have to discuss the topics del operator, gradient, divergent, curl, and equation of continuity. Our next topic is Maxwell's equations. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മാക്സ്വെൽസ് ഇക്വേഷൻസ്. Maxwell's equations are a set of four differential equations that forms the theoretical basis of describing electromagnetic theory. Maxwell's equations describe the motion of electromagnetic waves in different media. The Maxwell's equations are these one. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ ബേസിക്സ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേസിക് എന്ന് പറയുന്നത് മാക്സ്വെൽസ് ഇക്വേഷനാണ്. ഈ ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ബേസിക് തിയറി എന്ന് പറയുന്നത് മാക്സ്വെൽസ് ഇക്വേഷനാണ്. ഈ 4 സെറ്റ് ഇക്വേഷനെയാണ് മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡെൽ ഡോട്ട് ഡി ഇസിക്കൽ ടു റോ എന്ന് പറയുന്നത് മാക്സ്വെല്ലിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ, ഡെൽ ഡോട്ട് ബി ഇസിക്കൽ ടു 0 സെക്കൻഡ് ഇക്വേഷൻ, ഡെൽ ക്രോസ് ഇ ഇസിക്കൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി തേർഡ് ഇക്വേഷൻ, ഡെൽ ക്രോസ് എച്ച് ഇസിക്കൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി എന്നുള്ളത് ഫോർത്ത് ഇക്വേഷൻ. These 4 set equations are called Maxwell's equations. അപ്പോൾ ഈ 4 ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കുക. ഫസ്റ്റ് ഡെൽ ഡോട്ട് ഡി ഇസിക്കൽ ടു റോ, ദെൻ ഡെൽ ഡോട്ട് ബി ഇസിക്കൽ ടു 0, ഡെൽ ക്രോസ് ഇ ആൻഡ് ഡെൽ ക്രോസ് എച്ച്. രണ്ടെണ്ണം ഡോട്ട് പ്രോഡക്റ്റ് ആണ്, രണ്ടെണ്ണം ക്രോസ് പ്രോഡക്റ്റ് ആണ്. ഈ 4 ഇക്വേഷനെയും കൂടി ചേർത്തിട്ടാണ് എന്തെന്ന് പറയണേ മാക്സ്വെൽസ് ഇക്വേഷൻസ്. മാക്സ്വെൽസ് ഫസ്റ്റ് ഇക്വേഷൻ റെപ്രസെൻറ്റ്സ് ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. മാക്സ്വെല്ലിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ് പറയുന്നത്. അതായത് ഈ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ആൻഡ് ദ സെക്കൻഡ് ഇക്വേഷൻ ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0 ഈസ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. ആൻഡ് ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് ഫാരഡേയ്സ് ലോ, ഇത് ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ റെപ്രസെൻറ്റ്സ് ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, സെക്കൻഡ് ലോ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം, തേർഡ് ഇക്വേഷൻ ഫാരഡേയ്സ് ലോ ആൻഡ് ദ ഫോർത്ത് ഇക്വേഷൻ ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ. അപ്പോൾ ഈ 4 ഇക്വേഷനെയാണ് മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യനോ മറ്റോ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും മാത്രം എഴുതിയാൽ മതി. പക്ഷേ ഇത് 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഡിറൈവ് ചെയ്യണം. ഈ ഫസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം, സെക്കൻഡ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ ആൻഡ് ഫോർത്ത് ഇക്വേഷൻ. അപ്പോൾ അടുത്ത് നമ്മൾ ഇതെല്ലാം ഡിറൈവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് ഡെറിവേഷൻ ഓഫ് ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ മാക്സ്വെൽസ് ഫസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. അക്കോർഡിംഗ് ടു ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു മാക്സ്വെൽസ് ഫസ്റ്റ് ഇക്വേഷൻ ഈസ് ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ, ഇറ്റ് റെപ്രസെൻറ്റ്സ് ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പോൾ ആദ്യം തുടങ്ങേണ്ടത് ഗോസസ് ലോ എന്നാണ്. നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് through a closed surface is equal to 1 by epsilon 0 times the total charge enclosed by the surface. അതായത് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്, ഒരു ക്ലോസ് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് അത് ഫൈ ആണ്. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? 1 by epsilon 0 ടൈംസ് ദ ടോട്ടൽ ചാർജ്. അവിടെ എൻക്ലോസ് ചെയ്ത് ആ ചാർജ് ക്യൂവിൻ്റെ 1 by epsilon 0 ടൈംസിന് ഈക്വൽ ആയിരിക്കും. അതാണ് ഈ എഴുതിയേക്കുന്നത്. ഫൈ ഈസ് ഈക്വൽ ടു 1 by epsilon 0 ഇൻറ്റു ക്യൂ. ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ് സർഫസ് ഈസ് ഈക്വൽ ടു 1 by epsilon 0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ഇൻ ഇറ്റ്. ബട്ട് വി നോ ദാറ്റ് ഫൈയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എസ് ഇ ഡോട്ട് ഡി എസ്. സർഫസിൽ എൻക്ലോസ് ചെയ്തേക്കുന്ന ആയതുകൊണ്ടാണ് ഇവിടെ സർഫസ് ഇൻറ്റഗ്രൽ വന്നേക്കുന്നത്. ഫൈ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എസ് ഇ ഡോട്ട് ഡി എസ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇൻറ്റഗ്രൽ എസ് ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു ഇൻറ്റഗ്രൽ എസ് ഇ ഡോട്ട് ഡി എസ്. അടുത്ത സ്റ്റെപ്പിൽ എപ്സിലോൺ 0യെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നു. അപ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എസ് ഇ ഡോട്ട് ഡി എപ്സിലോൺ 0 ഇ ഡോട്ട് ഡി എസ്. ഓക്കെ, ദെൻ വി ഈസ് ദ വോളിയം എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് ആൻഡ് റോ ഈസ് ദ ചാർജ് ഡെൻസിറ്റി. ഇപ്പോൾ ക്യൂ എന്ന് പറയുന്ന ചാർജിനെ, അപ്പോൾ ഇവിടെ ഇൻറ്റഗ്രൽ ആയതുകൊണ്ട് നമ്മൾ ഇവിടെയും കൂടി ഇൻറ്റഗ്രലോട്ട് വരാൻ പോവാണ്. അതിന് വേണ്ടി നമ്മൾ ഒരു വോളിയം എടുക്കുന്നു. അവിടെയുള്ള ചാർജ് ഡെൻസിറ്റി റോ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കാര്യമാണ് ക്യൂ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ വി റോ ഡി വി. ക്യൂവിന് പകരം എന്ത് കൊടുക്കാം? ഇൻറ്റഗ്രൽ വി റോ ഡി വി. അപ്പോൾ ഇവിടെ നമ്മൾ ക്യൂവിന് പകരം ഇൻറ്റഗ്രൽ വി റോ ഡി വി, അതായത് റോ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി. റോ എന്ന് വെച്ചാൽ ചാർജ് ഡെൻസിറ്റി, ചാർജ് ബൈ വോളിയം. അപ്പോൾ ക്യൂ ബൈ വി എന്ന് വരും. തിരിച്ച് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റോ വി എന്ന് വരും. അതിനെ ഇൻറ്റഗ്രൽ എടുക്കുമ്പോൾ ഇൻറ്റഗ്രൽ വി റോ ഡി വി. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
അപ്പോൾ നോക്കിക്കേ, ഇൻറ്റഗ്രൽ എസ് എപ്സിലോൺ 0 ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ വി റോ. ഇത് തിരിച്ചെഴുതിയേക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എഴുതിയേക്കാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും എപ്സിലോൺ 0 ഇക്ക് പകരം ഡി ഈസ് ദ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ. എപ്സിലോൺ 0 ഇനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ. അത് ഡി എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ സർഫസ് ഇൻ്റഗ്രൽ ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻറ്റു വോളിയം ഇൻ്റഗ്രൽ ബൈ ഗോസസ് ഡൈവേർജൻസ് തിയറം. അപ്പോൾ ഇൻ്റഗ്രൽ എസ് ഡി ഡോട്ട് ഡി എസിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ എസ് മാറിയിട്ട് ഇൻ്റഗ്രൽ വി എന്ന് എഴുതണം, ഡി മാറിയിട്ട് ഡെൽ ഡോട്ട് ഡി എന്ന് എഴുതണം, ഡി എസിനെ മാറ്റിയിട്ട് ഡി വി. ഇങ്ങനെയാണ് ഗോസസ് ഡൈവേർജൻസ് തിയറം. അതായി എഴുതിയേക്കുന്നത്. ഇൻ്റഗ്രൽ എസ് ഡി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വി ഡെൽ ഡോട്ട് ഡി ഡി വി. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം ഇവിടെയും വോളിയം ഇൻ്റഗ്രൽ ആവും, റൈറ്റ് സൈഡും വോളിയം ഇൻ്റഗ്രൽ ആവും. അപ്പോൾ നോക്കിക്കേ, രണ്ടും വോളിയം ഇൻ്റഗ്രൽ ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ക്വാണ്ടിറ്റിയും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ. ഇവിടെ ഇൻ്റഗ്രൽ വി, ഇവിടെ ഇൻ്റഗ്രൽ വി, ഇവിടെയും ഡി വി ഉണ്ട്, ഇവിടെയും ഡി വി ഉണ്ട്. ബാക്കിയുള്ള ടേം എന്ന് പറയുന്നത് എന്താണ്? ഡെൽ ഡോട്ട് ഡി. ഇവിടെ ആരാണ്? റോ. അതാണ് എഴുതിയേക്കുന്നത്. ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ. ഇതാണ് മാക്സ്വെല്ലിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ. നമ്മൾ എഴുതി തന്നെ നോക്കണം. എഴുതി നോക്കുമ്പോൾ മാത്രമേ ഇത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇതിൽ ഇത്തിരി നമ്മൾ ഇടയ്ക്കൊക്കെ ഓർക്കേണ്ട സ്റ്റെപ്സ്, എപ്സിലോൺ 0 ഇക്ക് പകരം ഡി കൊടുക്കണം, എന്നിട്ട് ചാർജ് ക്യൂവിന് പകരം ഇൻ്റഗ്രൽ വി റോ ഡി വി എന്ന് കൊടുക്കണം. ഈ സ്റ്റെപ്സൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എഴുതി നോക്കുമ്പോൾ മനസ്സിലാവും. ജസ്റ്റ് സ്റ്റെപ്സ് ഇങ്ങനെ ഡിറൈവ് ചെയ്ത് വരിക എന്നുള്ളതേ ഉള്ളൂ. ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ. ദിസ് ഈസ് മാക്സ്വെൽസ് ഫസ്റ്റ് ഇക്വേഷൻ. അടുത്ത മാക്സ്വെൽ സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ റെപ്രസെൻറ്റ്സ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് 0. നേരത്തെ നമ്മൾ 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എന്നൊക്കെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പറഞ്ഞത്. എന്നാൽ മാഗ്നറ്റിസത്തിൽ പറയുന്നത് ദ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് 0. അതായത് ഇൻ്റഗ്രൽ എസ് ബി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 0. ഇൻ്റഗ്രൽ എസ് ബി ഡോട്ട് ഡി എസ് 0. അടുത്ത സർഫസ് ഇൻ്റഗ്രലിനെ വോളിയം ഇൻ്റഗ്രലാക്കി മാറ്റുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ വി, ബിക്ക് പകരം ഡെൽ ഡോട്ട് ബി കൊടുക്കണം. ഇങ്ങനെയാണ് സർഫസിനെ വോളിയം ആക്കി മാറ്റുന്നത്. എസ് മാറ്റിയിട്ട് വി, ബി മാറ്റിയിട്ട് ഡെൽ ഡോട്ട് ബി, ഡി എസ് മാറ്റിയിട്ട് ഡി വി. ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ഗോസസ് ഡൈവേർജൻസ് തിയറം എന്ന് പറയുന്നത്. അതായത് സർഫസ് ഇൻ്റഗ്രൽ ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻറ്റു വോളിയം ഇൻ്റഗ്രൽ ബൈ ടേക്കിംഗ് ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റി. സർഫസ് ഇൻ്റഗ്രലിനെ വോളിയം ഇൻ്റഗ്രലാക്കി മാറ്റും. ഇവിടെ ഒരു ഡെൽ ഡോട്ട് കൊടുത്താൽ. ഇതാണ് ഗോസസ് ഡൈവേർജൻസ് തിയറം. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ വി ഡെൽ ഡോട്ട് ബി ഡി വി എന്നാവും. അപ്പോൾ ഇൻ്റഗ്രൽ വി ഡെൽ ഡോട്ട് ബി ഡി വി ഈക്വൽ ടു 0. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇൻ്റഗ്രലിനകത്തുള്ള ക്വാണ്ടിറ്റി 0 എന്ന് വെച്ചാൽ അതിനർത്ഥം ഡെൽ ഡോട്ട് ബി എന്തായിരിക്കും? 0 എന്നാണ്. അതാണ് എഴുതിയേക്കണേ. ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. ഇതാണ് മാക്സ്വെൽസ് സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ ഇത് രണ്ട് ഇക്വേഷൻ വളരെ ഈസിയാണ്. അടുത്ത മാക്സ്വെൽസ് തേർഡ് ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ, അത് ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളത്. അടുത്ത ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0, അത് മാഗ്നറ്റിസത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള തിയറി. അടുത്ത മാക്സ്വെല്ലിൻ്റെ തേർഡ് ഇക്വേഷൻ അക്കോർഡിംഗ് ടു ഫാരഡേ, അത് ഫാരഡേസ് ലോ ആണ്. തേർഡ് ഇക്വേഷൻ റെപ്രസെൻറ്റ്സ് ഫാരഡേസ് ലോ. According to Faraday's law of electromagnetic induction, the induced EMF E is equal to minus d∅dt. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? Faraday's law states that whenever the magnetic flux linked with a closed circuit changes, an EMF is induced in it. ഇതാണ് Faraday's law പറയുന്നത്. Whenever the magnetic flux linked with a closed circuit changes, ആ ചേഞ്ചിനെയാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും, അത് അതിനെ ഒപ്പോസ് ചെയ്യുന്നതായതുകൊണ്ട് മൈനസും കാണിച്ചേക്കുന്നു. ഓക്കെ, അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു മൈനസ് d∅dt. അടുത്ത ഇക്ക് പകരം ദ ഇൻ്റഗ്രൽ എൽ ഇ ഡോട്ട് ഡി എൽ. ഇവിടെ നമ്മൾ ലൈൻ ഇൻ്റഗ്രലാണ് എടുക്കണേ. ഇ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എൽ ഇ ഡോട്ട് ഡി എൽ. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? ഇൻ്റഗ്രൽ എൽ ഇ ഡോട്ട് ഡി എൽ. അതുപോലെ ഫൈക്ക് പകരം ഇൻ്റഗ്രൽ എസ് ബി ഡോട്ട് ഡി എസ്. ഈ സെൻറ്റൻസുകൾ ഞാൻ പറയാം എന്താണെന്ന്. നിങ്ങൾ ഓർക്കുക, ഇൻഡ്യൂസ്ഡ് EMF ഇ ഈസ് ഈക്വൽ ടു മൈനസ് d∅dt എന്ന് എഴുതിയിട്ട് ഇയുടെ സ്ഥലത്ത് ഇൻ്റഗ്രൽ എൽ ഇ ഡോട്ട് ഡി എൽ എന്ന് എഴുതണം. ഫൈക്ക് പകരം ഇൻ്റഗ്രൽ എസ് ബി ഡോട്ട് ഡി എസ്. ഇതൊക്കെ നമ്മൾ എപ്പോഴും എഴുതേണ്ടി വരുന്ന ഇക്വേഷൻസ് ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എസ് ബി ഡോട്ട് ഡി എസ്. അപ്പോൾ അത് രണ്ടും പിന്നെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രൽ എൽ ഇ ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു ദ മൈനസ് ഡോ ബൈ ഡോ ടി, ഫൈക്ക് പകരം ഇൻ്റഗ്രൽ എസ് ബി ഡോട്ട് ഡി എസ്. അപ്പോൾ ഈ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇയുടെയും ഫൈയുടെയും വാല്യൂ കൊടുത്തിട്ടുള്ള സ്റ്റെപ്സാണിത്. ഇനി ഇതൊക്കെ ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന എല്ലും ഇയും ഒക്കെ എന്താണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ലെറ്റ് us കൺസിഡർ എ ക്ലോസ്ഡ് കർവ് എൽ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്.
ഇത് ഓർമ്മ വരുവാണെങ്കിൽ എഴുതിയാൽ മതി. ഇത് എഴുതിയാലേ ശരിയാവത്തുള്ളൂ. പക്ഷേ നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ എളുപ്പം ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നേരെ ഇത് എഴുതി പോകുന്നതായിരിക്കും. അതായത് ഇക്ക് പകരം ഇൻ്റഗ്രൽ എൽ ഇ ഡോട്ട് ഡി എൽ, ഫൈക്ക് പകരം ഇൻ്റഗ്രൽ എസ് ബി ഡോട്ട് ഡി എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബാക്കി ഡിറൈവ് ചെയ്യണം. അപ്പോൾ അത് സൈഡിൽ എഴുതിയാലും മതി. ലെറ്റ് us consider a closed curve L in an electric field. dl is a small element segment of length L, work done in moving a charge q through the distance dl is given by E dot dl. Therefore work done in moving a charge through the curve is integral L d. നമ്മൾ പറഞ്ഞു ആ വർക്കാണ് എന്ത് ഈ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. നമ്മൾ ആ ചാർജിനെ ഡി എൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്യാൻ എടുക്കുന്ന വർക്കാണ് അവിടുത്തെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അത് കഴിഞ്ഞിട്ടാണ് ഇൻ്റഗ്രൽ എൽ ഇ ഡോട്ട് ഡി എൽ എന്നൊക്കെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ എൽ ഇ ഡോട്ട് ഡി എൽ ഇസിക്കൽ ടു മൈനസ് ഡോ ബൈ ഡോ ടി ഇൻ്റഗ്രൽ എസ് ബി ഡോട്ട് ഡി എസ്. ദെൻ ബൈ സ്റ്റോക്സ് തിയറം ലൈൻ ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രലാക്കി മാറ്റുന്നത് സ്റ്റോക്സ് തിയറം. അപ്പോൾ സ്റ്റോക്സ് തിയറം അനുസരിച്ച് എൽ മാറി എസ് ആവും, ഇ മാറി ഡെൽ ക്രോസ് ഇ ആവും. ഓക്കെ, അപ്പോൾ ബാക്കി റൈറ്റ് സൈഡിന് മാറ്റമൊന്നുമില്ല. ഇവിടുന്ന് നമുക്ക് നേരിട്ട് ഈ ഇക്വേഷൻ എഴുതാം. ഇതൊന്നും വേണ്ട. ദാണ്ട് ഇവിടെ ഇൻ്റഗ്രൽ എസ്, ഇവിടെയും ഇൻ്റഗ്രൽ എസ്, ഇവിടെ ഡി എസ്, ബാക്കിയുള്ള ടേം ഡെൽ ക്രോസ് ഇ ആണ് ഇവിടെ. ഡെൽ ക്രോസ് ഇ ഇസിക്കൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഡെൽ ക്രോസ് ഇ ഇസിക്കൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്ന് പറയുന്നതാണ് മാക്സ്വെൽസ് തേർഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ തേർഡ് ഇക്വേഷൻ ക്രോസ് ആണെന്ന് ഓർക്കുക, ഡെൽ ക്രോസ് ഇ ആണ്. അടുത്ത മാക്സ്വെൽസ് ഫോർത്ത് ഇക്വേഷൻ. അക്കോർഡിംഗ് ടു ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ, the line integral of the magnetic flux around a closed path is equal to mu 0 times the total current enclosed by the path. നമ്മളൊരു സർക്കുലർ പാത്ത് കൺസിഡർ ചെയ്യുക. അവിടെ ഒരു ചാർജ് ക്യൂവിനെ നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു കറണ്ട് ഉണ്ടാവുന്നുണ്ട്. ആ കറണ്ട് മൂലം അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതാണ് ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ദി മാഗ്നറ്റിക് ഫ്ലക്സ്. ആ കിട്ടുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് mu 0 ടൈംസ് ദ ടോട്ടൽ കറണ്ട്. അവിടെയുള്ള കറണ്ടിൻ്റെ mu 0 ടൈംസിന് ഈക്വൽ ആയിരിക്കും. ഇൻ്റഗ്രൽ ഫൈ എന്ന് തന്നെ എഴുതാം. മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു സ്റ്റെപ്പ് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. അതായത് ഫൈ ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു mu 0 i. ഫൈക്ക് പകരം ഇൻ്റഗ്രൽ എൽ ബി ഡോട്ട് ഡി എൽ. കാര്യം ഇവിടെ ലൈൻ ആയതുകൊണ്ട് ഒരു ക്ലോസ്ഡ് ലൈനാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് ഇൻ്റഗ്രൽ എൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു mu 0 i. ബട്ട് വി ഹാവ് ബി ഇസ് ഈക്വൽ ടു mu 0 h. ബിക്ക് പകരം ഏത് ടേം കൊടുക്കണം? mu 0 h കൊടുക്കണം. അപ്പോൾ ഇൻ്റഗ്രൽ mu 0 h ഡി എൽ ഇസ് ഈക്വൽ ടു mu 0 i. അടുത്ത ഇൻ്റഗ്രലിൽ mu 0 ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് എച്ച് ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു ഐ. അടുത്ത ഐക്ക് പകരം ഇൻ്റഗ്രൽ എസ് ജെ ഡോട്ട് ഡി എസ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കറണ്ട് ഡെൻസിറ്റി ജെ ഇസ് ഈക്വൽ ടു ഐ ബൈ എ. അപ്പോൾ ഐ ഇസ് ഈക്വൽ ടു ജെ ഇൻറ്റു എ. അതായത് ഇൻ്റഗ്രൽ എസ് ജെ ഡോട്ട് ഡി എസ് അതിവിടെ വാല്യൂ കൊടുക്കണം. ഇവിടെ ലൈൻ ഇൻ്റഗ്രൽ ഇത് അപ്പോൾ ഈ ലൈൻ ഇൻ്റഗ്രലിനെ നമ്മൾ സ്റ്റോക്സ് തിയറം വെച്ചിട്ട് എന്താക്കി മാറ്റണം? സർഫസ് ഇൻ്റഗ്രലാക്കി മാറ്റണം. അപ്പോൾ ഐക്ക് പകരം ഇൻ്റഗ്രൽ എസ് ജെ ഡോട്ട് ഡി എസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ലൈൻ ഇൻ്റഗ്രലിനെ നമ്മൾ സർഫസ് ഇൻ്റഗ്രലാക്കി മാറ്റുന്നു. ഇൻ്റഗ്രൽ എൽ മാറി ഇൻ്റഗ്രൽ എസ് ആവും, എച്ച് മാറി ഡെൽ ക്രോസ് എച്ച് ആവും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഡെൽ ക്രോസ് എച്ച് സിക്കൽ ടു ജെ എന്ന് കിട്ടും. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ഇൻ്റഗ്രൽ എസ് ജെ ഡോട്ട് ഡി എസ് രണ്ടും സർഫസ് ഇൻ്റഗ്രലായി മാറുമ്പോൾ മാത്രമേ നമ്മൾ ഇക്വേറ്റ് ചെയ്യാവൂ. ഡെൽ ക്രോസ് എച്ച് സിക്കൽ ടു ജെ. ഡെൽ ക്രോസ് ദിസ് ഇക്വേഷൻ ഡെൽ ക്രോസ് എച്ച് ഇസിക്വൽ ടു ജെ എന്നാണ് നമുക്ക് ഇത്രയും ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്നത്. പക്ഷേ ഇതിനെ അല്ല മാക്സ്വെല്ലിൻ്റെ ഫോർത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത്. കാര്യം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ ഡെൽ ഡോട്ട് ജെ ഇസിക്വൽ ടു മൈനസ് ഡോറോ ബൈ ഡോ ടി ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഡെൽ ഡോട്ട് ജെ ഇസിക്വൽ ടു മൈനസ് ഡോറോ ബൈ ഡോ ടി. പക്ഷേ ഇവിടെ നമ്മളൊന്ന് ഡെൽ ഡോട്ട് ജെ എടുത്ത് നോക്കിക്കേ. ഇവിടെ ഡെൽ ഡോട്ട് ജെ എടുക്കണമെങ്കിൽ ഈ സൈഡിൽ ഒരു ഡെൽ ഡോട്ട് കൊടുക്കണം, ഈ സൈഡിൽ ഒരു ഡെൽ ഡോട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് എന്ന് വരും, ഇവിടെ ഡെൽ ഡോട്ട് ജെ എന്നും വരും. രണ്ട് സൈഡിലും ഡെൽ ഡോട്ട് എടുത്താൽ ഇവിടെ ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് എന്ന് വരും, ഇവിടെ ഡെൽ ഡോട്ട് ജെ എന്ന് വരും. ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എന്ന് വെച്ചാൽ ആൻസർ 0 ആണ്. അപ്പോൾ ഡെൽ ഡോട്ട് ജെയുടെ വാല്യൂ 0 എന്ന് കിട്ടും നമ്മൾ ഈ ഇക്വേഷൻ അനുസരിച്ച് ഡെൽ ഡോട്ട് എടുത്താൽ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 4-നകത്ത് നമ്മൾ ഡെൽ ഡോട്ട് ജെ എന്നുള്ള വാല്യൂ എടുത്താൽ ആൻസർ 0 കിട്ടും. പക്ഷേ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് ഡെൽ ഡോട്ട് ജെ എന്ന് വെച്ചാൽ മൈനസ് ഡോറോ ബൈ ഡോ ടി ആണ്. അപ്പോൾ ഇത് മാച്ച് ആവാത്തത് കൊണ്ട് ഈ ആംബിയർ സർക്യൂട്ടൽ ലോയിലെ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. ഫ്രം ആംബിയർ സർക്യൂട്ടൽ ലോ വി ഹാവ് ഡെൽ ക്രോസ് എച്ച് സിക്വൽ ടു ജെ. നമ്മൾ ആംബിയർ സർക്യൂട്ടൽ ലോ മാത്രം വെച്ചിട്ട് ചെയ്തു വന്നപ്പോൾ ഡെൽ ക്രോസ് എച്ച് സിക്വൽ ടു ജെ എന്ന് കിട്ടി. ടേക്കിംഗ് ഡൈവേർജൻറ്റ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും ഡൈവേർജൻറ്റ് എടുത്തപ്പോൾ 0 വന്നു. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് ജെ ഇസ് ഈക്വൽ ടു മൈനസ് ഡോറോ ബൈ ഡോ ടി ആണ്. ദെയർഫോർ ആംബിയർ സർക്യൂട്ടൽ ലോ ഈസ് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ മാക്സ്വെൽസ് ഈ ഇക്വേഷനെ മോഡിഫൈ ചെയ്തു. Maxwell removed the inconsistency by introducing the concept of displacement current. അപ്പോൾ മാക്സ്വെൽ ഈ ഇൻകൺസിസ്റ്റൻറ്റി എങ്ങനെ ഒഴിവാക്കിയെന്ന് വെച്ചാൽ ഒരു പുതിയ ടേം കൊണ്ടുവന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. ചോദിക്കും വാട്ട് ഇസ് മീൻ ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന്. അപ്പോൾ ശ്രദ്ധിച്ച് എന്താണ് പറയണതെന്ന്.
ആംബിയർ സർക്യൂട്ടൽ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് കോസ്ഡ് ബൈ കണ്ടക്ഷൻ കറണ്ട് ഓൺലി. നമ്മൾ പറഞ്ഞേക്കുന്ന ആംബിയർ സർക്യൂട്ടൽ ലോ പറഞ്ഞത് ഒരു ചാർജ് ഒരു ലൈനിലൂടെ മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന കറണ്ട് മൂലമാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നതെന്ന്. പക്ഷേ മാക്സ്വെൽ ഡിസ്കവേർഡ് ദാറ്റ് ദർ ഈസ് വൺ മോർ സോഴ്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ മാക്സ്വെൽസ് കണ്ടുപിടിച്ച ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഈ കണ്ടക്ഷൻ കറണ്ട് മൂലം മാത്രമല്ല മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്, ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് മൂലം കൂടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതായത് ദർ ഈസ് വൺ മോർ സോഴ്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് ദ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ്. The time varying electric field is called electric displacement. ആ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡിനെയാണ് എന്തെന്ന് പറയണേ? ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്. ബൈ ഇൻട്രൊഡ്യൂസിങ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ജെ ഡി, അതായത് ഡെൽ ക്രോസ് എച്ച് സീക്വൽ ടു ജെ എന്നുള്ളിടത്ത് നമ്മൾ ഈ കറണ്ട് മാത്രമല്ല ജെ ഡി ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റിയും കൂടി ഉണ്ട്, പ്ലസ് ജെ ഡി എന്നൊരു ടേം കൂടെ കൊടുക്കണം. ജെയുടെ കൂടെ പ്ലസ് ജെ ഡി, അതായത് ഇത് കണ്ടക്ഷൻ കറണ്ടും ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടും, ദാറ്റ് ഈസ് ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ്. ടേക്കിംഗ് ഡൈവേർജൻറ്റ് ഓൺ ബോത്ത് സൈഡ്സ്, നേരത്തെ പോലെ രണ്ട് സൈഡിലും ഡെൽ ഡോട്ട് എടുക്കുകയാണ്. ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എച്ച്, അപ്പോൾ ഇവിടെയും ഡെൽ ഡോട്ട് വരും, ഇവിടെയും ഡെൽ ഡോട്ട് വരും. അടുത്ത ഡെൽ ഡോട്ട് ജെ, ഇതിൻ്റെ വാല്യൂ 0 ആയിട്ട് മാറും. അപ്പോൾ ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡെൽ ഡോട്ട് ജെ ഡി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈ റൈറ്റ് സൈഡ് ഈക്വൽ ടു 0 എന്ന് എഴുതിയേക്കാണ്. അടുത്ത ഡെൽ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയി. ഡെൽ ഡോട്ട് ജെ എന്ന് വെച്ചാൽ മൈനസ് ഡോ റോ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് ജെ ഡി. മൈനസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ, ആദ്യത്തെ ഇക്വേഷൻ മാക്സ്വെൽസ് ഫസ്റ്റ് ഇക്വേഷൻ ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ. അപ്പോൾ ഈ റോയുടെ സ്ഥലത്ത് നമ്മൾ ഡെൽ ഡോട്ട് ഡി കൊണ്ടുവന്ന് കൊടുത്തു. ഇനി ഡെൽ ഡോട്ട് ഡോ ഡി ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ജെ ഡി. ഇതിൽ നിന്ന് എന്ത് കിട്ടും? ജെ ഡി ഈസ് ഈക്വൽ ടു ഡോ ഡി ബൈ ഡോ ടി. അപ്പോൾ ജെ ഡിയുടെ വാല്യൂ ഡോ ഡി ബൈ ഡോ ടി എന്ന് കിട്ടി. ദെയർഫോർ ഡെൽ ക്രോസ് എച്ച്, മാക്സ്വെൽസ് ഫോർത്ത് ഇക്വേഷൻ ഈസ് ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ദിസ് ഈസ് മാക്സ്വെൽസ് ഫോർത്ത് ഇക്വേഷൻ. അപ്പം ജെയുടെ കൂടെ ഒരു ജെ ഡി എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്താണ് മാക്സ്വെൽ ആംബിയർ സർക്യൂട്ട് ലോയുടെ ഇൻകൺസിസ്റ്റൻസി എന്താണ് ശരിയാക്കിയത്. അതുപോലെ ജെ ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഡോ ഡി ബൈ ഡോ ടി എന്നുള്ളതാണ്. അടുത്ത സിഗ്നിഫിക്കൻസ് ഓഫ് ഡോ ഡി ബൈ ഡോ ടി വി ഹാവ്. അപ്പോൾ മാക്സ്വെലിൻ്റെ ഫോർത്ത് ഇക്വേഷൻ എഴുതാൻ ചോദിച്ചാൽ ഇവിടെ വരെ എഴുതിയാൽ മതി. മാക്സ്വെൽസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഇവിടെ വരെ എഴുതിയാൽ മതി. ഈ സിഗ്നിഫിക്കൻസ് ഒക്കെ ചോദിച്ചാൽ മാത്രം എഴുതിയാൽ മതി. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡോ ഡി ബൈ ഡോ ടി? We have Maxwell's fourth equation is del cross H is equal to J plus dou D by dou T. The two terms of RHS represents, one represents conduction current and one represents displacement current. ഇതാണ് എഴുതേണ്ടത്. J represents conduction current, dou D by dou T represents displacement current density. The term dou D by dou T indicates the change in electric field can also produce. അപ്പോൾ dou D by dou T എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡിനെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. That means it also produces magnetic field. It is the presence of the term dou D by dou T which leads to the production of electromagnetic waves. ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രൊഡക്ഷന് കാരണമായിട്ടുള്ള ടേം എന്ന് പറയുന്നത്. Okay, then next then it is stated that the time varying electric field produces magnetic field varying space and time, and change in magnetic field produce electric field. അപ്പോൾ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് നമ്മൾ നേരത്തെ പറയുന്നുണ്ട്. ആ ടേമാണ് ഡോ ഡി ബൈ ഡോ ടി. അതേപോലെ ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഓൾസോ പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ്. ദിസ് മ്യൂച്വൽ ജനറേഷൻ ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് റിസൾട്ട് ഇൻ ദ പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനകത്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും പ്രൊഡക്ഷന് കാരണം എന്ന് പറയുന്നത് ഈ മ്യൂച്വൽ ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്ഷനാണ്. Then conduction current. Conduction current is due to the movement of electric charge in a conductor when an electric field is applied. നമുക്കറിയാം ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഒരു ചാർജ് മൂവ് ചെയ്യും, ആ മൂവ്മെൻറ്റ് മൂലം ഉണ്ടാകുന്ന കറണ്ടാണ് കണ്ടക്ഷൻ കറണ്ട്. കൺസിഡർ എ കണ്ടക്ടർ ഓഫ് ലെങ്ത് എൽ ആൻഡ് ഏരിയ എ. ഐ ബി ദ കറണ്ട് ഫ്ലോയിങ്. ലെങ്ത് എൽ ആണ്, ഏരിയ എ ആണ്, ഐ അതിനകത്തോടുള്ള കറണ്ട്. വി ഇസ് ദ വോൾട്ടേജ്. റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു റോയൽ ബൈ എ. ഈ ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർ ഇസ് ഈക്വൽ ടു ഇനി 1/ρ എന്ന് വെച്ചാൽ സിഗ്മയാണ്. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ കണ്ടക്ടിവിറ്റി, അതായത് എൽ ബൈ സിഗ്മ എ. അടുത്ത വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ വി ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു എൽ. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വി ഇസ് ഈക്വൽ ടു ഐ ആറും വി ഇസ് ഈക്വൽ ടു ഇ എല്ലും രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇ എൽ ഇസ് ഈക്വൽ ടു ഐ ആർ, ആറിന് പകരം എൽ ബൈ സിഗ്മ എ. അപ്പോൾ എല്ലൊക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇ ഇസ് ഈക്വൽ ടു ഐ ബൈ സിഗ്മ എ. ഇ ഇസ് ഈക്വൽ ടു ഐ ബൈ സിഗ്മ എ. ഇ ഇസ് ഈക്വൽ ടു ജെ ബൈ സിഗ്മ. ഐ ബൈ എ എന്ന് വെച്ചാൽ ജെ ആണ് കറണ്ട് ഡെൻസിറ്റി. ജെ ബൈ സിഗ്മ. ജെ ഇസ് ഈക്വൽ ടു സിഗ്മ എ. വേവ് ഫോം ഓഫ് വെക്റ്റർ ഫോം ഓഫ് ഓംസ് ലോ. ഇതാണ് ഓംസ് ലോയുടെ വെക്റ്റർ ഫോം. ജെ ഇസ് ഈക്വൽ ടു സിഗ്മ എ.
J, conduction current per unit area. J is equal to sigma E, conduction current density. J is called conduction current density and JD is called displacement current density and JD അടുത്ത displacement current. According to Maxwell, a time varying electric field produces, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. Time varying electric field produces magnetic field. The time varying electric field is known as displacement current and displacement current density JD is equal to dou D by dou T. Conduction current density J is equal to sigma E. ഈ രണ്ട് ഇക്വേഷൻ ആണ്. ഇത് കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റി, ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി. കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റി J is equal to sigma E and displacement current density JD is equal to dou D by dou T. The difference between conduction current and displacement current. It is produced due to the rate of change of charge. It is produced due to the rate of change of electric field. ഇവിടെ ചാർജ് ആണ്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് എഴുതണം. കണ്ടക്ഷൻ കറണ്ട് ഈസ് 0 ഇൻ വാക്വം, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഫൈനൈറ്റ് വാല്യൂ ആണ്. കണ്ടക്ഷൻ കറണ്ട് ഈസ് ഇൻ ഫേസ് വിത്ത് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഫേസ് ആണ്. ഇത് ഔട്ട് ഓഫ് ഫേസ് ആണ്. ബൈ ആൻ ആംഗിൾ π/2 ഔട്ട് ഓഫ് ഫേസിലായിരിക്കും. ഇത് ഇൻ ഫേസ് ആണ്, ഇത് ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മാക്സ്വെൽസ് ഇക്വേഷൻ ചോദിച്ചാൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, നിങ്ങൾ ശരിക്കും ഇത് ഇങ്ങനെ കേട്ടാലൊന്നും നിങ്ങൾക്ക് ക്ലിയർ ആവണമെന്നില്ല. ശരിക്കും മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഈ 4 സെറ്റ് ഇക്വേഷനെയാണ് മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ, ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0, ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി, ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ഈ 4 ഇക്വേഷനെയാണ് മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. 2 എണ്ണം ഡോട്ട് പ്രോഡക്റ്റ്, 2 എണ്ണം ക്രോസ് പ്രോഡക്റ്റ്. ഇത് ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇത് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം, ഇത് ഫാരഡേസ് ലോ, ഇത് ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ. ഇനി ഇതിൻ്റെ എല്ലാം ഡെറിവേഷനാണ് ഈ കാണിച്ചേക്കുന്നത്. നിങ്ങളിത് പേപ്പറിൽ എഴുതിയോ അല്ലെങ്കിൽ നോട്ട്ബുക്കിലോ ഒക്കെ എഴുതി തന്നെ നോക്കണം. കാര്യം ഇത് ഗോസസ് ലോ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അതിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഓരോ സ്റ്റെപ്പായിട്ട് എഴുതി തന്നെ പഠിക്കണം. വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചൊക്കെ എന്നെ ചോദിക്കണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക ഈ ഇക്വേഷനകത്തൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് എഴുതി തന്നെ പഠിക്കാം, അല്ലാതെ വായിച്ച് നോക്കിയാലൊന്നും നിങ്ങൾക്കിത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഗോസസ് ലോ എഴുതിയിട്ട് ഫൈ ഇസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ക്യൂ. ഇനി ഫൈക്ക് പകരം ഇൻ്റഗ്രൽ എസ് ഇ ഡോട്ട് ഡി എസ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യുന്ന സ്റ്റെപ്പുകളാണ്. എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എഴുതി തന്നെ നോക്കി പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. 4 ഇക്വേഷൻ ഡിറൈവ് ചെയ്തേക്കുന്ന സ്റ്റെപ്സുകൾ എഴുതി പഠിക്കുക തന്നെ വേണം. ഓക്കെ, കണ്ടക്ഷൻ കറണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കണേ. ഓക്കെ.